ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്തുപോയ പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ നല്ലോണം പഴുത്ത 4 മൈസൂർ പഴം തൊലി കളഞ്ഞിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ബാറ്ററിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതേപോലെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ വാരിയിട്ടത് എന്നാണ് പറയുക. ഇത് നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇത് പൊങ്ങി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി പഴുത്തു പോയ പഴം ആരും കളയണ്ട. ഈ ഒരു 4 പഴം കൊണ്ട് തന്നെ നമുക്കൊരു പാത്രം നിറയെ സ്നാക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് 2-3 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ബാറ്റർ തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടൂ. അല്ലെങ്കിൽ പുറം ഭാഗം വന്നിട്ട് ഉള്ളൊരു വേവാത്ത പോലെ ഉണ്ടാവും. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 4 പഴം കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വരാം.